റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണോ? അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒപ്പം ആരോപണങ്ങൾക്കുള്ള മറുപടി. ഞാൻ ആദ്യം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞങ്ങോട്ടേക്ക് വരാം. ഇവിടെ വലിയ ഗംഭീരമായ UDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്താണ് ഗവർണർ കേരളത്തിലെ ആശുപത്രിയിൽ, പൊതു ആശുപത്രിയിൽ മരിച്ചു വീണത്. ഇവിടെ മന്ത്രി ശങ്കരന് മുട്ടിന് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രി പൊതുവിൽ ന്യായീകരണമായിട്ട് പറഞ്ഞത് എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ കേരളത്തിലാകെ 5 കൊല്ലക്കാലം കൊണ്ട് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യരംഗത്ത് ചെലവഴിച്ച സംഖ്യ 663 കോടിയാണ്. മികച്ച കാലം. ഇപ്രാവശ്യം ഇവിടെ LDFൻ്റെ ഗവൺമെൻറ്, രണ്ടാമത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം വെറും 3 കൊല്ലക്കാലം കൊണ്ട് ചെലവഴിച്ചത് 4400 കോടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് വൃക്ക ശസ്ത്രക്രിയ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെൻറ് ആശുപത്രികളിൽ എവിടെയെങ്കിലും മസ്തിഷ്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? അവയവ മാറ്റിവെക്കൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം കൊണ്ടുവന്നത് LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ കാലത്ത് അവിടെ ആശുപത്രി വന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നു. എന്തുകൊണ്ട്? അവിടെ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും എത്തുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 10,000-കണക്കിന് ആളുകൾ ഈ ആശുപത്രിയിലേക്ക് വരുന്നു. കാരണം സാധാരണക്കാർക്ക് അവിടെ ചികിത്സയുണ്ട്, അവിടെ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്, ആശുപത്രി സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം മെച്ചപ്പെട്ട ആരോഗ്യരംഗം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് ആരാ പറയുന്നത്? പക്ഷേ ശരിയാണ്. പക്ഷേ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ഇടാൻ പോകുന്നുണ്ടോ? അന്ന് ശരിയാണ്, ഗവർണറുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പോകുന്നുണ്ടോ ഈ സർക്കാരിന്റെ കാലത്ത്? അല്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളടക്കം, മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നില്ല, അദ്ദേഹം ഒരു വിദഗ്ധ ചികിത്സ തേടി പുറത്തു പോയതാണ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. എന്റെ അടുത്ത് കണക്കടക്കമുണ്ട്. പക്ഷേ വെല്ലുവിളിക്കരുത്. ബാക്കി എല്ലാവരും കേരളത്തിനെ ചികിത്സിക്കുന്നത് അല്ല വെല്ലുവിളിച്ചോണ്ട് ഞാൻ പറയുന്നത്. ശരി, തദ്ദേശ മന്ത്രി MP രാജേഷും ഭാര്യയും ചികിത്സയ്ക്കെത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഭാര്യയും ചികിത്സയ്ക്കെത്തിയത് കൊച്ചി. ഞാൻ പറയട്ടെ, അല്ലല്ല, മാഷിന് വെല്ലുവിളിച്ചല്ലേ പറയാന്നേ, പറഞ്ഞിട്ട് പോകുന്നേ. നിങ്ങൾ പറയരുത്, നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളും 2-3 പേരും ഗവൺമെന്റിനെ പറയുക, ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇടപെടുക, അത് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ ഗവൺമെന്റിനെ പറയുക, അതുപോലെ തന്നെ നിങ്ങൾ 2-3 ആളുകളെ ഗവൺമെന്റിനെ പറയാൻ കൊണ്ടുവരിക. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുക, അത് പറ്റില്ല. ഞാൻ ചൂണ്ടി പറയട്ടെ, നിങ്ങൾക്ക് ഗവൺമെന്റിനെ ചിന്തിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കാര്യങ്ങൾ കേൾക്കുന്ന BJP-കാരൻ, ഈ കാര്യങ്ങൾ കേൾക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസ്സുകാരൻ, അവൻ പറയും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 10 ഇരട്ടി കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അവരാരും പൊതു ആശുപത്രി പോകാറില്ല. ഇപ്പൊ എല്ലാവരും പോകുന്നത് പൊതു ആശുപത്രിയിലാണ്. കാരണം അവിടെ ചികിത്സയുണ്ട്, അവിടെ ഡോക്ടറുണ്ട്, കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ ആകെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരുപാട് അവാർഡുകൾ കിട്ടുന്നു, അന്താരാഷ്ട്ര രംഗത്തും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുന്നു. വെറുതെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അംഗീകാരം ഇവിടെ പറഞ്ഞല്ലോ. ഐക്യരാഷ്ട്രസഭ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നിതി ആയോഗ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എത്ര അവാർഡുകൾ കൊടുത്തു കേരളത്തിന്? അതിൽ വെറുതെ കിട്ടുന്നതാണോ? നിങ്ങൾക്ക് ജാള്യത ഉണ്ടാവും. എന്തുകൊണ്ടെന്നറിയോ? ആരോഗ്യരംഗത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഉമ്മൻചാണ്ടി പോയി 2016-ൽ. ആ മേഖലയെ നവീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ്, സാധാരണക്കാർക്ക് സ്വീകാര്യമായ മേഖലയാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലക്കകത്ത് മാറ്റങ്ങൾക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ സമാനതകളില്ല. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ മാഷ് ഇത്തിരി ക്ഷുഭിതനായി. മാഷ് ക്ഷുഭിതനാവുന്ന സമയത്ത് ഞാനതിനുള്ള പേടി കൊണ്ടല്ല, എനിക്ക് അങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ട് അങ്ങ് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ മാഷേ, അതല്ലേ ഒരു രീതി? അല്ല, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്. അത് അങ്ങനെ വെച്ചോളൂ. ഈ 3 പേരും ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? എങ്ങനെ മാഷ് ശരിയാവാ? ഞാനൊരു കാര്യം പറയട്ടെ, മാഷ് പറയുന്നു ഞാൻ സർക്കാർ, ഞാനും കൂടെ പറയട്ടെ മാഷേ, സ്വകാര്യ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. ഞാനും കൂടെ പറയട്ടെ മാഷേ, കോൺഗ്രസ്സുകാരനും കമ്മിറ്റിക്കാരനും നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ ലോബിക്ക് വേണ്ടിയാണ്. കോടികൾ ലാഭം കഴിയുന്ന ലോബിക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയല്ല. വലിയ മുന്നേറ്റം. നിങ്ങൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനം മോശം സ്ഥാപിക്കണം, എന്നിട്ട് എല്ലാവരെയും സ്വകാര്യ മേഖലയിലേക്ക് എത്തിക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പ്രകാശ് മാഷിന് അറിയാം. നിങ്ങൾ 3 പേരെ കൊണ്ടുവന്ന് മാധു, നിങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമമാണെങ്കിലേ നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കാൻ ഒരാളെ കൊണ്ടുവന്നാ പോരെ? പരിമിതിയാണത്. എനിക്കെതിരെ സംസാരിക്കാൻ
അല്ല ഒന്നും അല്ല, ഗവൺമെന്റ് ഒരു മിനിറ്റ് ഗവൺമെന്റ് നിലപാടിൽ നിന്ന് സംസാരിക്കാൻ 3 പേരുണ്ടല്ലോ. അത് വസ്തുതയാണ്. അല്ലല്ല, ഒരു മിനിറ്റ് എനിക്ക് പറയാനുണ്ട്. മറ്റു പാനലിസ്റ്റുകൾ ഒന്ന് സഹകരിക്കണം. അല്ല, എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അറിയാവുന്നതിന്റെ പേരിലാണ് ഇത്രയും നേരം കൂട്ടിക്കൊണ്ടുപോയത്. 1 മണിക്കൂർ ചർച്ചയിൽ അല്ല, കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഒരു മിനിറ്റ് 1 മണിക്കൂർ ചർച്ചയിൽ 1/2 മണിക്കൂർ ഗവൺമെന്റിന് വേണ്ടിയും 1/2 മണിക്കൂർ ഗവൺമെന്റ് വിരുദ്ധമായിട്ട് സംസാരിച്ചോട്ടെ. അത് ജനാധിപത്യമാണ്, ഞാൻ സമ്മതിക്കും. ഇവിടെ 3 പേര് ഗവൺമെന്റ് വിരുദ്ധമാരെ കൊണ്ടുവന്നിരിക്കാനുണ്ട്. അല്ലല്ല മാഷെ, ഒന്ന് നിർത്തണം. അല്ലല്ല, അത് ശരിയല്ല മാഷെ. മാഷെ ഏകപക്ഷീയമായി, എനിക്കറിയാം മാഷ് വേദികളിലൊക്കെ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. പക്ഷെ മാഷ് കുറെ നേരമായി, പ്രേക്ഷകരും കാണുന്നുണ്ട്, കുറെ നേരമായി ഏകപക്ഷീയമായി സംസാരിച്ചുകൊണ്ട് പോകണം. കാരണം മാഷിക്ക് ഇത് നിർത്താൻ പരിമിതിയുണ്ട്. നിർത്തിയാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മാഷിക്ക് കൃത്യമായി അറിയാം. ഞാൻ അങ്ങ് ഗവർണർ അടക്കം, അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അത് ഉണ്ടായത് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രേക്ഷകർ കാണും, ഇത് കാണും കേട്ടോ, ഇത് കാണും. അതുകൊണ്ട് മാഷ് എന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. പക്ഷേ ഞാൻ മാഷോട് അപേക്ഷിക്കണം കേട്ടോ, ഞാൻ അപേക്ഷിക്കുള്ളൂ. മാഷിക്ക് നിർത്താൻ പേടിയാണെന്ന് പറയും നാട്ടുകാർ കേട്ടോ. ശരി, അപ്പോ ഞാൻ അത് ഗവർണർ മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായതാണ്, കേരളത്തിൽ വലിയ ചർച്ചയായതാണ്, വലിയ വിമർശനം ഉണ്ടായതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു മാഷോട്, അപ്പൊ നമ്മുടെ ഭരണകാലത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയാണോ പോകുന്നത്? എല്ലാ മന്ത്രിമാരും അതെ, മുഖ്യമന്ത്രി അടക്കമാക്കി എല്ലാവരും അതെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മന്ത്രിമാരുടെ പേര് പറയാൻ തുടങ്ങിയപ്പോഴാണ് മാഷ് അതിദീർഘമായി പിന്നീട് ഇടപെട്ട് പോയത്. അത് തദ്ദേശ മന്ത്രി എം പി രാജേഷ്, വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അങ്ങനെ മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ്, മന്ത്രിമാരുടെ കുടുംബം അടക്കമൊന്നും ഞാൻ പറയുന്നില്ല. ശരി, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അനുവദിക്കപ്പെട്ട സർക്കാരിന്റെ രേഖകളാണ് കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ് ഈ 2 കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ പാടില്ല എന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത്, ഇവിടെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ടാവരുത്. മന്ത്രിമാർക്ക് നല്ല ആരോഗ്യം നമ്മുടെ അവകാശമാണ്, നമ്മളെ നയിക്കുന്നവരാണ്. പക്ഷേ അപ്പൊ പറയരുത് ഏറ്റവും മികച്ച ചികിത്സ കേരളത്തിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളാണ് എന്ന് പറഞ്ഞിട്ടാവരുത് എന്നേ പറഞ്ഞുള്ളൂ.